ദക്ഷിണേന്ത്യയിൽ വീണ്ടും കാവേരി നദീജല തർക്കം പുകയുന്നു. വരൾച്ചാ ഭീഷണിയുള്ളതിനാൽ തമിഴ്നാടിന് കൂടുതൽ വെള്ളം നൽകാനാകില്ലെന്നാണ് കർണാടകയുടെ നിലപാട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുമായി നിർണായകമായ കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ദക്ഷിണേന്ത്യയിലെ ജീവനാഡിയായ കാവേരി നദിയിലെ ജലം പങ്കുവെക്കലിനെ ചൊല്ലി കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം വീണ്ടും സജീവമാകുന്നു. കർണാടകയിൽ മഴക്കമ്മി മൂലം വൻ വരൾച്ചാ ഭീഷണിയാണ് നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി ചർച്ച നടത്താൻ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുൻകൈയെടുക്കുന്നത്. സ്വന്തം സംസ്ഥാനത്തെ കർഷകരുടെയും ജനങ്ങളുടെയും കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും KRS കബിനി അണക്കെട്ടുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലെന്നാണ് കർണാടകം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ജലവിഹിതം തമിഴ്നാടിന് വിട്ടു നൽകണമെന്ന് അയൽ സംസ്ഥാനവും ആവശ്യപ്പെടുന്നു. ഭരണപരമായ വീഴ്ചകളും കൃത്യമായ ജലസംഭരണ പ്ലാനിങ്ങിന്റെ അഭാവവുമാണ് കർണാടകയെ വീണ്ടും ഈ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്ന വിമർശനവും ശക്തമാണ്. സങ്കീർണമായ ഈ അന്തർ സംസ്ഥാന നദീജല തർക്കത്തിൽ ഇരു മുഖ്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ച എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും സാധാരണക്കാരായ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനം, ഡൽഹി.